പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. പ്രിയപ്പെട്ടവരെ, എല്ലാം കഴിഞ്ഞെന്ന് ആരാ പറഞ്ഞത്? ഇനിയും ഒരു പ്രതീക്ഷയുമില്ലെന്ന് ആരാ പറഞ്ഞേ? കർത്താവ് പറഞ്ഞിട്ടില്ലല്ലോ. ചുറ്റുമുള്ള മനുഷ്യരല്ലേ പറഞ്ഞേ? എല്ലാം അസ്തമിച്ചു, തീർന്നു, ഇനിയും യാതൊരു പ്രതീക്ഷയുമില്ലെന്ന്. ഇന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവ് പ്രവർത്തിക്കും. ആർ തടുക്കും? അവിടുത്തെ പുനരുത്ഥാന ശക്തിയാകുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് അനുവദിക്കാമോ? നിശ്ചയമായിട്ടും നിർജീവമായത് ജീവിക്കും, ചലനമറ്റത് ചലിക്കും, പ്രതീക്ഷ നഷ്ടപ്പെട്ടത് ഇപ്പോൾ മുതൽ അത്ഭുതകരമായ പ്രതീക്ഷയിലേക്ക് കടന്നു വരുവാനിടയാകും. അതെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക. റൂത്ത് ചിന്തിച്ചു, എല്ലാം തീർന്നെന്ന്, എല്ലാം കഴിഞ്ഞു, ഇനിയും ആ പെൺകുട്ടിക്ക് പുറത്തു വരുവാൻ കഴിയത്തില്ല എന്ന്. തൻ്റെ സ്വന്തം നാട് വിടേണ്ടി വന്നു, തൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു, തൻ്റെ ബന്ധുക്കളെ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. ലോകം ചിന്തിച്ചു, ഇതോടുകൂടെ റൂത്ത് തീർന്നു. റൂത്ത് സ്വയം ചിന്തിച്ചു, തൻ്റെ ജീവിതം കഴിഞ്ഞു. പക്ഷേ ദൈവം അവളിൽ ചില പുതിയത് ആരംഭിക്കുകയായിരുന്നു. എല്ലാം തീർന്നു, കരം ശൂന്യമായി, തകർന്നു, ഉടഞ്ഞു എന്ന് പറഞ്ഞ് ഭാരപ്പെട്ടിരിക്കുന്ന ദൈവ പൈതലേ, ഇന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നോ, ഇറ്റ് ഈസ് നോട്ട് ഓവർ. കർത്താവ് നിങ്ങളോട് കഴിഞ്ഞെന്ന് പറയുന്നിടം വരെ നിങ്ങൾക്ക് മുന്നേറുവാൻ ആവശ്യമായ സകലതും കർത്താവ് തന്നെ കരുതും. മാനുഷികമായി എല്ലാം അസ്തമിച്ചേക്കാം, പക്ഷേ പൊന്നു കർത്താവിൻ്റെ ആ കണ്ണുകളിലേക്ക് നോക്ക്. അവിടുത്തെ കരം നിങ്ങളെ തൊടുവാൻ ഏൽപ്പിച്ചു കൊടുക്കുക. ജീവിപ്പിക്കുന്ന ആ പുനരുത്ഥാന ശക്തി നിങ്ങളുടെ മേൽ പ്രവർത്തിക്കുവാൻ വിധേയപ്പെടുത്തി കൊടുക്കുക. അസാധ്യങ്ങൾ സാധ്യമാകും. ഇപ്പോൾ തന്നെ ചില പുതിയ പ്രവൃത്തികൾ നിങ്ങളിൽ കർത്താവ് ആരംഭിക്കട്ടെ. പ്രാർത്ഥിക്കുക. അപ്പാ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ച ആലോചനയ്ക്ക് നന്ദി. പ്രതീക്ഷ നഷ്ടപ്പെട്ട ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ അവിടുത്തെ ആത്മാവ് അവരെ ആശ്വസിപ്പിക്കണമേ, അവരോടിപ്പോൾ ഇടപെടണമേ. ഹല്ലേലൂയ. മനസ്സിന്റെ ഭാരങ്ങൾ മാറട്ടെ, ധൈര്യത്താൽ നിറയപ്പെടട്ടെ. അവിടെ ഇനി പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ അങ്ങയുടെ സാന്നിധ്യം അവരുടെ തൊട്ടരികിൽ ഒന്ന് തിരിച്ചറിയട്ടെ. ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നോ കർത്താവേ, ആ വിഷയത്തിൽ ഒരു ചലനം, ഒരു വിടുതൽ ഇപ്പോൾ സംഭവിക്കട്ടെ. അങ്ങയെ ഞങ്ങൾ ആശ്രയിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ഒത്തിരി സ്നേഹിക്കുന്നു. ഞങ്ങളുടെ ജീവന്റെ ആധാരമേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയരെ എല്ലാം ബ്ലെസ് ചെയ്യുന്നു. മഹത്വപ്പായ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒന്നും കഴിഞ്ഞിട്ടില്ല, ആരംഭിക്കുകയാ ചില പുതിയ കാര്യങ്ങൾ. കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചാൽ മതി. സന്തോഷമായിട്ടിരിക്കുക, സമാധാനത്തോടെ ഇരിക്കുക. ബ്ലെസ് യു.